നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഖത്തറിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നെതന്യാഹുവിന്റെ മറ്റൊരു ഞെട്ടിക്കുന്ന പ്രതികരണം വരുന്നുണ്ട്. ട്രംപിന്റെ ഗസ പദ്ധതിയിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്നാണ് മറ്റൊരു വാർത്ത വരുന്നത്. നമ്മൾ ആദ്യത്തെ റിപ്പോർട്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഖത്തറിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിനോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ പറയുന്നത്. ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയായിരുന്നു ആ ഒരു ആക്രമണത്തിനെതിരെ ഉയർന്നു വന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി വിമർശനങ്ങളാണ് ഇസ്രയേൽ ഇതിന്റെ പേരിൽ കേട്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ സങ്കീർണമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ഖത്തറിലേക്കുള്ള ഒരു ആക്രമണം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ കൂട്ടാളി എന്ന് പറയുന്ന അമേരിക്ക പോലും ഈ ഒരു ആക്രമണത്തെ അംഗീകരിച്ചില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിനോട് നേരിട്ട് ക്ഷമാപണം നടത്തിയത്. എന്നാൽ ഖത്തർ ഈ ഒരു പ്രസ്താവനയെ അംഗീകരിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാന സംഭവങ്ങൾ ഇനിയും ഉണ്ടാകരുത് എന്ന് ഉറപ്പാക്കണമെന്നും ഖത്തർ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിനായിട്ട് എല്ലാ രാജ്യങ്ങളും സഹകരിക്കണമെന്നാണ് ഖത്തറിന്റെ പ്രതികരണം വരുന്നത്. എന്നാൽ ഖത്തർ ഇനി ഇസ്രയേലിനെയോ അമേരിക്കയെയോ ഇനി വിശ്വസിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഖത്തറും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ വളരെ അടുത്ത രാജ്യങ്ങളാണ്, അടുത്ത സുഹൃത്ത് ബന്ധമുള്ള രാജ്യങ്ങളാണ് ഈ ഖത്തറും അതുപോലെ തന്നെ അമേരിക്കയും. ഖത്തറിന് ഒരു രീതിയിൽ പറഞ്ഞാൽ നാളിതുവരെ അമേരിക്കയെ വിശ്വാസമായിരുന്നു. അത്തരമൊരു വിശ്വാസം ഇനി ഖത്തറിന് അമേരിക്കയോട് ഉണ്ടാകുമോ എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ചെയ്തികൾക്ക് അമേരിക്ക കണ്ണടക്കുകയാണോ എന്നൊരു ആശങ്ക ഖത്തറിന് തോന്നാം. എന്നിരുന്നാലും അമേരിക്കയുമായിട്ടുള്ള ആ ഒരു ബന്ധം അത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വാർത്തകൾ പറയുന്നത്. കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരം അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള പല ബന്ധങ്ങളുമുണ്ട്. അത് പെട്ടെന്ന് നിർത്താൻ, ആ ഒരു ബന്ധം പെട്ടെന്ന് നിർത്താൻ കഴിയുകയില്ല. തന്നെയുമല്ല, അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് ആയിട്ടുള്ള അൽ ഉബൈദ എയർബേസ് എല്ലാം തന്നെ ഖത്തറിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുണ്ടെങ്കിൽ കൂടിയും അമേരിക്കയും ഖത്തറുമായിട്ടുള്ള ബന്ധം അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലിൽ നിന്ന് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഒരു ഗസ സമാധാന പദ്ധതി അതിനോടിപ്പോൾ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളോട് ഇപ്പോൾ അത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. നെതന്യാഹു പറഞ്ഞു വെക്കുന്നത് പാലസ്തീൻ രൂപീകരണത്തോട് താൻ ഒരു കാരണവശാലും യോജിക്കില്ല എന്നാണ് ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ മാധ്യമങ്ങളോട് പറയുന്നത്. എന്നാൽ ട്രംപ് അവതരിപ്പിച്ചിട്ടുള്ള സമാധാന പദ്ധതിയിൽ പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന പദ്ധതിയിൽ പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാവുകയും എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരു പൊതു നിലപാടില്ലാത്തൊരവസ്ഥ. അതായത് 1990കളിലെ ഓസ്ലോ കരാറിലൂടെയാണ് രണ്ട് രാജ്യങ്ങളും ഇസ്രയേലും പലസ്തീനും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി സഹജീവിക്കണം എന്നൊരു ആശയം മുന്നോട്ട് വരുന്നത്. അതിനുശേഷം നിരവധി ചർച്ചകൾ ഇത് സംബന്ധിച്ചുണ്ടായി. എന്നാൽ ഇപ്പോൾ ട്രംപ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു പദ്ധതി അതിലൊരു വഴിത്തിരിവാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത്. എന്നാൽ നെതന്യാഹുവിന്റെ ഈ ഒരു പ്രസ്താവന ഇപ്പോൾ എല്ലാവരെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇതിനോട് പാലസ്തീനിയൻ നേതാക്കൾ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രയേലിന് സമാധാനം പുലരണം എന്നൊരു താല്പര്യം ഇല്ല എന്നാണ് ഈ പാലസ്തീനിയൻ നേതാക്കൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അറബ് ലീഗ് രാജ്യങ്ങളും അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇതിനോട് പ്രതികരിച്ചത് പാലസ്തീൻ സ്റ്റേറ്റ് ഇല്ലാതെ സമാധാനം സാധ്യമല്ല എന്നാണ് ഇത്തരം രാജ്യങ്ങൾ പ്രതികരിച്ചത്. എന്നാൽ ഇസ്രയേലിനകത്ത് നിന്നുള്ള ഇസ്രയേലിന്റെ തന്നെ നിരീക്ഷകർ പറയുന്നത് നെതന്യാഹു ആഭ്യന്തരമായി തന്നെ കനത്ത സമ്മർദ്ദം നേരിടുന്നുണ്ട്. അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരം കനത്ത നിലപാടുകൾ എടുക്കുന്നത് എന്നാണ് ഇസ്രയേലിന്റെ തന്നെ നിരീക്ഷകർ പറയുന്നത്.